ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തോ എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതിലേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. കട്ട് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ കഴിക്കാൻ. ഇഡ്ഡലിയൊക്കെ പോലെ കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് 1-2 ഭാഗവും മൊരിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കഴിക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കഴിക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കോക്കനട്ട് ചട്നി, അതായത് തേങ്ങാ ചട്നീൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കറി വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.